ഒരു മാപ്പിൽ തീരുമോ എമ്പുരാൻ ഉണ്ടാക്കിയ പുകില്? ലാലേട്ടൻ ഫേസ്ബുക്കിലൂടെ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. അത് പ്രേക്ഷകർ അംഗീകരിക്കുമോ? ഇവിടെ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തിൻ്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ ലാലേട്ടൻ്റെ ഈ മാപ്പ് സ്വീകരിക്കുമോ? അതിനെ സ്വാഗതം ചെയ്യുമോ? അല്ല, ഒരു രാജ്യത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയെ മുഴുവൻ ചോദ്യം ചെയ്യുകയും അതിനെ വിമർശിക്കുകയും ഒക്കെ ചെയ്തിട്ട് അത് മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ട് പിന്നെ അത് കട്ട് ചെയ്ത് മാറ്റുന്നു, പിന്നെ മാപ്പ് പറയുന്നു, കോപ്പ് പറയുന്നു. അത് പിന്നെ ആർക്ക് വേണം? ഈ മോഹൻലാലിന് പത്മശ്രീ ഇല്ലേ, അത് ചിലപ്പോൾ പിൻവലിപ്പിക്കണം, അല്ലേ, തിരിച്ചെടുക്കണം. അങ്ങനെ ഒരു ചരിത്രമില്ല, നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. അങ്ങനെ ചരിത്രമില്ലയോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെയാണല്ലോ ചരിത്രം ആകുന്നത്. അതെ, ഇങ്ങനെയൊക്കെയാണ് ചരിത്രം ഉണ്ടാകുന്നത്. അത് ഇപ്പം ഗുരുതരമായ തെറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പം അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് എന്തും ഇവിടെ രാജ്യത്ത് കാണിക്കുമോ? SDPI നിരോധന വക്കിലല്ലേ? അതെ, അംഗീകൃത രാഷ്ട്രീയ പാർട്ടി. അങ്ങനത്തെ ചരിത്രം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്. ഗുരുതരമായ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ഇത്തരത്തിലത് നടപടികൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പല കാര്യങ്ങളിലും ഈ ഇത്തരത്തിലുള്ള ഈ അഹങ്കാരത്തിൻ്റെ മൂർത്തിഭാവമായിട്ട് നിന്നിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ? എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് ഈ തിലകനെ ഈ മലയാള സിനിമയിലെ ഈ പുങ്കവന്മാരെല്ലാവരും കൂടി ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. അതിനകത്തൊരു ജാതിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ ഇപ്പം ജീവിച്ചിരിപ്പില്ല, ആളുടെ പേര് ഇപ്പം പറയണ്ട. അല്ല, അന്ന് സുകുമാർ അഴീക്കോട്, യശസ്വരീനായ സുകുമാർ അഴീക്കോട് വലിയ വിമർശനമായിട്ട് രംഗത്ത്. അത് തിലകനെതിരെ തിരിഞ്ഞപ്പോൾ, തിലകനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തപ്പോഴാണ്. തിലകൻ എന്ന് പറഞ്ഞാൽ അപാര നടനല്ലേ, അപാര നടൻ എന്ന് പറഞ്ഞാൽ അപാര നടൻ, ഒരു അഭിനയത്തിൻ്റെ പെരുന്തച്ഛൻ എന്ന് തന്നെ പറയാം. പെരുന്തച്ഛൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പെരുന്തച്ഛനായിട്ട് തന്നെ അഭിനയിച്ചു. അതെ, അതുമാത്രം മതി. തോപ്പിൽ ഭാസിയുടെ മകനാണ് ആ സിനിമ സംവിധാനം ചെയ്തത്, അജയൻ. അതെ. അപ്പോൾ അങ്ങനെ പിന്നെ ഉള്ള ഒരു നടനെ ഇവർ ഇതിൻ്റെ മലയാള സിനിമയുടെ ഇപ്പം AMMA എന്നൊക്കെ പറയും, പണ്ട് അമ്മ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവർ വിലക്കുക, ഒരു നടനെ വിലക്കുന്ന ജോലിയാണ് ഇവന്മാർക്കുള്ളത്. ഇത് കുറേ ഈ താപ്പാനകളുണ്ടെന്ന് മലയാള സിനിമയിൽ. മോഹൻലാലും മമ്മൂട്ടി ദിലീപ് എല്ലാവന്മാരും ഇപ്പോൾ 8 നില പൊട്ടി, മറ്റവൻ്റെ എല്ലാം പൊട്ടിയില്ലേ, പുട്ട് കച്ചവടവും അണ്ടിയാപ്പീസും എല്ലാം പൂട്ടിയില്ലേ. അത് വേറൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയില്ല. ഇവന്മാരെല്ലാം എത്രത്തോളം ഈ അധോലോക നായകന്മാരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലാണ്. ഇവരാണ് തീർച്ചപ്പെടുത്തുന്നത് ആരെ ഏത് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ. അത് ഏത് സിനിമയിൽ അഭിനയിക്കണമെന്ന് പ്രശാന്ത് ഒരു സിനിമ എടുക്കുന്നുണ്ടെങ്കിൽ പ്രശാന്തല്ലേ തീർച്ചപ്പെടുത്തുന്നത്? എൻ്റെ സിനിമയിൽ ഇന്നാര് വേണം എന്നുള്ളത് അത് ഈ താരപുങ്കവന്മാരാണ് തീർച്ചപ്പെടുത്തുന്നത്. എൻ്റെ സിനിമയിൽ ആരാണ് വേണ്ടത്, ആരാണ് നായിക, ആരാണ് ഉപനായിക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന് പിന്നിൽ വേറെ നായിക ആരാണ് എന്നുള്ള കാര്യത്തിനകത്തൊക്കെ വേറെ കഥകളുണ്ട്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് വന്നതുമാണ്. അതെ, അതൊക്കെ ഇവന്മാർ തന്നെയാണെന്ന് ഈ ഹേമ കമ്മിറ്റി കുറേ കാലം ഇത് മൂടി വെപ്പിച്ചതും ഹേമ കമ്മിറ്റിയിലൂടെ പുറത്തു വന്ന ആളിനെയൊക്കെ രക്ഷപ്പെടുത്തി നിർത്തിയിരിക്കുന്നതും ഒക്കെ ഇവന്മാരുടെ കഴിവാണ്. അത്രയധികം ഇവന്മാർ സ്വാധീനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു നടനെ ഇവന്മാർ ഇത്രത്തോളം അറ്റാക്ക് ചെയ്ത് അവിടെ വന്നപ്പോഴാണ് കേരളത്തിൻ്റെ ചില സാംസ്കാരിക തലപ്പത്തുള്ളവർ കയറി ഇടപെടാൻ തുടങ്ങിയത്. സുകുമാർ അഴീക്കോടിനെ പോലുള്ളവർ. സുകുമാർ അഴീക്കോടുമായിട്ട് എന്തോ ഒരു കലഹമായിരുന്നു മോഹൻലാൽ നടത്തിയത്. മോഹൻലാലിൻ്റെ വശമുണ്ട് അഭിനയത്തിൻ്റെ. സുകുമാർ അഴീക്കോട് എവിടെ നിൽക്കുന്നു? അഴീക്കോട് മാഷ് കേരളത്തിലെ വലിയ ഒരു മലയാളം പ്രൊഫസർ, മലയാളത്തിൻ്റെ തന്നെ ഒരു വലിയ ആളാണ്. അദ്ദേഹം ProVC എന്നുള്ളതൊന്നും ആയിരുന്നു എന്നുള്ളതൊന്നും അല്ല നമ്മൾ നോക്കുന്നത്. വലിയ എഴുത്തുകാരൻ. അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിൽക്കാനുള്ള യോഗ്യതയൊന്നുമില്ലല്ലോ. മോഹൻലാൽ വേറൊരു തരത്തിൽ അത് അഴീക്കോട് പരസ്യമായിട്ട് തന്നെ മോഹൻലാലുമായിട്ട് വാർത്താ സമ്മേളനത്തിലൂടെ തന്നെ വലിയ ഫൈറ്റിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്നല്ലോ. അഴീക്കോട് മാഷ് ഇപ്പോഴും പിന്നെ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ തൻ്റെ തലയിലെ ഈ മുടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ വേണേൽ പിടിച്ചു വലിച്ചു നോക്കി, ഇത്
അവന്മാരൊന്നും വെച്ചിരിക്കുന്ന വിഗ് പോലുള്ളതൊന്നും അല്ല, ഇത് മുടിയാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞ്. അഴിക്കോടിൻ്റെ തലയിൽ കുറച്ച് മുടിയേ ഉള്ളൂ എന്നാലും. പിന്നെ മലയാള സിനിമയ്ക്ക് ഇത് ഇവന്മാർ അമ്മ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നു. അമ്മയേ ഉള്ളൂ ഇവന്മാർക്ക് അച്ഛനില്ലാത്തതിൻ്റെ കുറവാണെന്ന് പറഞ്ഞു. വലിയ അച്ഛനില്ലാത്ത കുറവെന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ഒന്നും തന്തയില്ല എന്നുള്ള മട്ടിൽ അഴീക്കോട് മാഷിനോട് ഒടുവിൽ ക്ഷമ പറയുക എന്തോ ഉണ്ടായി. പിന്നെ മമ്മൂട്ടി ഇടപെട്ടത് ഒരു ധാരണയിൽ എത്തിച്ചൊരു കോംപ്രമൈസ് ചെയ്തു. ഇവരല്ല സിനിമാക്കാർ, ഇവർ ഈ ദന്തഗോപുരത്തിൽ ഇരിക്കുന്നവരെന്നാണ് ഇവരുടെ ധാരണ. എന്തോ നക്ഷത്രങ്ങളാണ് ആകാശത്ത് എന്നുള്ള രീതിയിലാണ്. ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. പിന്നെ ഇതൊക്കെ മാറിയെന്നേ. ഇപ്പോഴത്തെ കാലത്തൊന്നും ഈ ജാട പരിവേഷമൊന്നും പിന്നെ നടക്കത്തില്ല. ആ കാലമൊക്കെ മാറി. പണ്ടുവന്മാർ അതിൽ നിന്നും പുറത്തിറങ്ങത്തില്ല, ദന്തഗോപുരത്തിനകത്തിരിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമുക്കൊരു നടനാണ്, താരമല്ല എന്ന് കാണിച്ചത് ശ്രീനിവാസനും പിന്നെ ഇന്ദ്രൻസുമൊക്കെയാണ്. അത് നടനാണ്. ഈ നടിക്കുന്നവനെ നടൻ എന്ന് പറഞ്ഞാൽ മതി, താരമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നടിക്കുന്നവൾ നടി. ഇതെന്ത് കാര്യത്തിനാണ് ഈ പിന്നെ എന്താ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, മണ്ണാങ്കട്ട, ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നടൻ. വിദേശങ്ങളിലൊക്കെ അതല്ലേ ചെയ്യുന്നത്. ലോകത്ത് നിന്ന് വലിയ ഫിലിം ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ, കേരളത്തിലൊക്കെ. അവിടുന്നൊക്കെ നടന്മാർ സിനിമയോടൊപ്പം വരാറുണ്ട്. അവിടെയൊക്കെ നടൻ എന്നാണ് പറയുന്നത്, അല്ലാതെ ആക്ടർ. അതെ, അല്ലാതെ ഇവിടുത്തെ പോലെ ഇവിടെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ എന്ന് പറഞ്ഞാൽ പോരാ, സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചാൽ. പൊതുവേ ദക്ഷിണേന്ത്യയിൽ ഉള്ള ഒരു പ്രത്യേകതയാണ് ഈ സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ, ഈ പ്രയോഗങ്ങൾ. അത് എന്താണെന്നറിയാം, ബോളിവുഡിലും ഉണ്ട്. ഒരു കാലത്ത് ഈ സിനിമ അഭ്രവാളികളിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൗന്ദര്യം കൊണ്ടിങ്ങി കയറി വരുന്നതാണ്. അങ്ങനെ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം എന്ന് പറഞ്ഞാൽ സത്യനൊന്നും അങ്ങനെ അല്ല. പക്ഷെ പ്രേം നസീർ അങ്ങനെ ആയിരുന്നു. പ്രേം നസീറിന്റെ അഭിനയിക്കുമെങ്കിലും സൗന്ദര്യം എന്നും ഒരു മാതൃകയാണ്. എല്ലാവരും നിത്യഹരിത നായകൻ എന്നുള്ളതായിരുന്നല്ലോ അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. അല്ലാതൊക്കെ നോക്കുമ്പോൾ എല്ലാവർക്കും ഇവർക്ക് ഈ സൗന്ദര്യമാണ്. സൗന്ദര്യം ഉണ്ടെങ്കിൽ സിനിമയിൽ പോകാം. സൗന്ദര്യമുള്ളവരെ കാണുന്ന ഉടനെ ആൾക്കാർ തന്നെ പറയും, നീ സിനിമയിൽ ചേരേ. എന്താ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഓരോന്നിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. ജി കുമാരപിള്ള പറഞ്ഞ പോലെ ഈ ഓരോ പൂവിനും അതിൻ്റേതായ ഓമനത്വം ഉണ്ട്. കോളാമ്പി പൂവിനും ഒക്കെ അതിൻ്റേതായ ഓമനത്വമുണ്ട്. നടനമുണ്ടോ? മലയാള സിനിമയിൽ പിന്നെ കറുപ്പിനെ ചൊല്ലിയൊക്കെ വലിയ വിവാദം ഉണ്ടാക്കിയിട്ടില്ല ഇവിടുത്തെ ഒരു ചീഫ് സെക്രട്ടറി. അത് അവരുടെ ഒരു കോംപ്ലക്സ് ആയിരുന്നു. അതിനെ ആരും ഒന്നും ചോദ്യം ചെയ്തതല്ല, ഇവർ തന്നെ അത് പൊക്കി ഉയർത്തിക്കൊണ്ടു. കറുപ്പിനെ പ്രകീർത്തിച്ചുകൊണ്ട് എത്ര പാട്ടുകളാണ് ഉണ്ടായിരിക്കുന്നത് മലയാളത്തിൽ. അതെ. അപ്പം ഈ പിന്നെ ഉടനെ കറുപ്പായിട്ട് വരുന്നവരെന്താ, ഒരു കുഴപ്പമില്ല, അഭിനയിക്കാൻ അറിയുക, അത്രയേ ഉള്ളൂ. പിന്നെ ഹിന്ദി ചലച്ചിത്ര നടൻ ഓംപുരിയുടെ പൗരുഷത്തിൻ്റെ സൗന്ദര്യമാണ്. മുഖത്ത് മുഴുവൻ വസൂരി കലകളാണ്. അർദ്ധസത്യ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അദ്ദേഹം കാണിച്ച പോലീസ് ഓഫീസറായിട്ടുള്ള മികച്ച പ്രകടനം, അതാണ് എപ്പോഴും ഓർത്തിരിക്കുന്നത്. മോഹൻലാൽ നല്ല നടൻ എന്നുള്ളതാകണം വാനപ്രസ്ഥത്തിലെ കഥകളി നടൻ, അല്ലേ? അതൊക്കെ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നതാണ്. അപ്പം അങ്ങനെയാകാൻ പഠിക്കുക. ഒരുപാട് കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആ തരത്തിൽ മാറുക, അല്ലാതെ സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് പോകുന്നതല്ല വേണ്ട. അതിൻ്റെയൊക്കെ അഹങ്കാരമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. ഈ അഹങ്കാരമൊന്നും അധികകാലം വിലപ്പോകില്ല എന്നുള്ളതും തെളിഞ്ഞിരിക്കുകയാണ്.